الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഇണകൾ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇണകൾ മാത്രം നന്നായത് കൊണ്ടായില്ല. ഇണകൾ മാത്രം നന്നായത് കൊണ്ട് കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവില്ല. സജ്ജനങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകുമ്പോഴേ കുടുംബത്തിൽ സന്തോഷമുണ്ടാവൂ എന്നുള്ളതാണ്. മക്കൾ വഴിതെറ്റിപ്പോയത് കൊണ്ട് വിഷമിക്കുന്ന ധാരാളം രക്ഷിതാക്കളെ ഇന്ന് നമ്മൾ കാണുന്നു. ധാരാളം മാതാപിതാക്കളെ നമ്മൾ കാണുന്നു. മക്കൾ മദ്യപാനികളായതുകൊണ്ടും യുക്തിവാദികളായതുകൊണ്ടും അരാജകത്വ ജീവിതം നയിക്കുന്നത് കൊണ്ടെല്ലാം വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന ധാരാളം ഉപ്പമാരെയും ഉമ്മമാരെയും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ രക്ഷിതാക്കളാണെങ്കിൽ വ്യക്തിപരമായിട്ട് നല്ലവരാണ്, മാന്യതയുള്ളവരാണ്, ദീനീ ജീവിതം നയിക്കുന്നവരാണ്. അതേസമയം അവരുടെ സന്താനങ്ങൾ അവർക്ക് വലിയ പരീക്ഷണമായി മാറുന്നു എന്നുള്ളതാണ്. സന്താന പരിപാലനത്തിൽ വിശ്വാസി ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും സഗൗരവമുള്ള ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സന്താന പരിപാലനത്തിൽ പാലിക്കേണ്ടുന്ന 6 ജാഗ്രതയെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുകയും കേൾക്കുകയും മാത്രമല്ല, അത് നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തു തഗാബുനിലെ 15-ാം വചനമാണ് നാം തുടക്കത്തിൽ ഓതി വെച്ചത്. അള്ളാഹു പറയാണ്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും വലിയ പരീക്ഷണമാണ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും വലിയ പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹു തആല, അല്ലാഹുവിന്റെ അടുക്കലാണ് വലിയ പ്രതിഫലം നിങ്ങൾക്ക് അവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളുമെല്ലാം ഒരു പരീക്ഷണമെന്നോണം, വലിയ പരീക്ഷണമെന്നോണമാണ്
അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ സമ്പത്തിനോടും സന്താനങ്ങളോടും നിങ്ങൾ എങ്ങനെ ഇടപഴകുന്നു എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്നതാണ് ഈ ആയത്തിന്റെ, ഈ വചനത്തിന്റെ വിവക്ഷ എന്ന് പറയുന്നത്. ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ ആണല്ലോ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്, ഇതിന്റെ ഈ വചനത്തിന്റെ സബബുൻ നുസൂൽ എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ചില സ്വഹാബിമാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലരും ഹിജ്റ പോയി, പക്ഷെ കൂട്ടത്തിൽ ചിലർ ഹിജ്റ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നില്ല, അവരുടെ ഭാര്യമാരും അവരുടെ സന്താനങ്ങളും അതിന് സമ്മതിക്കുന്നില്ല. അവരുടെ സന്താനങ്ങൾ അതിന് തടസ്സം നിൽക്കുകയാണ്. നിങ്ങൾ പോയാൽ ഞങ്ങൾക്കാര് എന്നുള്ള ചോദ്യം അവർ ഉയർത്തുകയാണ്. അവരവരുടെ പ്രയാസങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഹിജ്റ പോവാൻ സാധ്യമായില്ല. പിന്നീട് ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിയതിനു ശേഷം അവർ ഹിജ്റ പോയി. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ നേരത്തെ ഹിജ്റ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയ സ്വഹാബിമാരെല്ലാം പ്രവാചകനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വലിയ പണ്ഡിതന്മാരായി മാറിയിരുന്നു. അതുകൊണ്ട് ഹിജ്റ വൈകിപ്പോയതിൽ ഈ സ്വഹാബിമാർക്ക് വലിയ പ്രയാസം തോന്നി. ഈ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അത്ത്-തഗാബുനിലെ ഈ 14-15 വചനങ്ങൾ ഇറങ്ങുന്നത്. 15-ാമത്തെ വചനമാണ് നാം തുടക്കത്തിൽ ഓതിവെച്ചത്. എന്നാൽ 14-ാമത്തെ വചനം ഇപ്രകാരമാണ്: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാദികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾ ജാഗ്രത കൈകൊള്ളേണ്ടതുണ്ട്, നിങ്ങൾക്ക് കരുതലുണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾക്ക് വിരോധികളുണ്ട്, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങൾക്ക് വിരോധികളുണ്ട്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന കരുതൽ നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് വെച്ച് അവരോടും ശാസ്ത്രവും പുലർത്തിക്കൊണ്ട് വിരോധം പുലർത്തി ജീവിക്കണമെന്നല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ഇസ്ലാമികമായ ജീവിതത്തിന്റെ മുമ്പിൽ അവർ തടസ്സം നിന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഹിജ്റ വൈകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ അവരോട് സ്വീകരിക്കേണ്ടെന്ന നിലപാട് എന്താണ്? വിട്ടുവീഴ്ചയുടെ നിലപാടാണ്. അതാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വിശാലതയുടെ നിലപാട് കൈകൊള്ളുകയാണെങ്കിൽ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും വിശാലതയുടെ നിലപാട് കൈകൊള്ളുകയും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയുമാണെങ്കിൽ നിശ്ചയം അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും അല്ലാഹു അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. അവർക്ക് ഇസ്ലാമിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ അർത്ഥത്തിലുള്ള നിലപാടെല്ലാം നിങ്ങളുടെ മക്കൾ സ്വീകരിച്ചു പോയി എന്ന് വെച്ച് അവരോട് നിങ്ങൾക്ക് വിരോധം വേണ്ട. അവരോട് നിങ്ങൾ വിട്ടുവീഴ്ചയുടെയും വിശാലതയുടെയും മാപ്പിന്റെയും നിലപാട് കൈകൊള്ളുക. നിശ്ചയം അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. തുടർന്നാണ് നാം തുടക്കത്തിൽ ഓതി വെച്ച വചനം അല്ലാഹു തആല പറഞ്ഞത്: ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണെന്ന് കൂടി നിങ്ങൾ അറിയണം. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കലാണ് വലിയ പ്രതിഫലമുള്ളത്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും വലിയ പരീക്ഷണമാണ്, നിങ്ങൾ അറിയണം. അല്ലാഹുവിന്റെ അടുക്കലാണ് നിങ്ങൾക്ക് വലിയ പ്രതിഫലമുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സന്താനങ്ങളെ അത് വലിയ പരീക്ഷണമാണെന്ന അർത്ഥത്തിൽ അതെന്തോ ഒഴിവാക്കി നിർത്തേണ്ടുന്ന, നമ്മൾ ബന്ധം പുലർത്തേണ്ടതില്ലാത്ത കൂട്ടരാണ് എന്നതിലേക്ക് ഇടപഴകണം എന്നല്ല ഖുർആൻ ഇവിടെ പറയുന്നത്. മറിച്ച് അവരെ സജ്ജനങ്ങളും അവരെ സമൂഹത്തിന് മാതൃകകളുമായി വളർത്താനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന, അതാ പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല നിലയ്ക്ക് അവരെ വളർത്തണം, അവരെ സജ്ജനങ്ങളായി, സ്വാലിഹീങ്ങളായി, സ്വാലിഹാത്തുകളായി, സമൂഹത്തിന് റോൾ മോഡലുകളായിട്ട്, നമൂസജുകളായിട്ട് വളർത്താൻ നിങ്ങൾക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ഇപ്പറഞ്ഞ വചനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് മക്കളെ നല്ല നിലയിൽ വളർത്തുക, അവരെ കഴിവിന്റെ പരമാവധി സജ്ജനങ്ങളായി മാറ്റാൻ പരിശ്രമിക്കുക. ഇത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. നല്ല സന്താനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്.
എന്നാൽ അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യം കൂടിയാണ് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായിട്ടുള്ള സന്താനങ്ങൾ, ബനാത്തുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് എന്ന് ഇന്നത്തെ കാലം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ചില മുൻകരുതലുകൾ, ചില ജാഗ്രതകൾ നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ സന്താനങ്ങൾ സജ്ജനങ്ങളായിട്ട് മാറും. അതിനാവശ്യമായ 6 ജാഗ്രതകളാണ് ഹ്രസ്വമായിട്ട് വിശദീകരിക്കുന്നത്. ഒന്നാമതായിട്ട് വിശദീകരിക്കാനുള്ളത്, അതായത് സന്താനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വേണ്ടത്, ഒന്നാമതായിട്ട് വേണ്ടത് പ്രാർത്ഥനയാണ്. നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ സന്താനങ്ങൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. കരുണാവാരിധിയായ റബ്ബിന്റെ അടിമകളുടെ, യഥാർത്ഥ ദാസന്മാരുടെ അടയാളങ്ങൾ പറയുന്നിടത്ത് പറയുന്ന അടയാളങ്ങളിൽ ഒന്ന് അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണവർ. ഇബാദുർ റഹ്മാൻ ആരാണ്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണവർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിലും അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അതാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സന്താനങ്ങളിലും പടച്ചവരെ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ദൈവഭക്തിയുള്ള ആളുകൾക്ക് നായകന്മാരാക്കി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് നായകന്മാരാക്കി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. പടച്ചവനെ, ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ, കരുണാവാരിധിയായ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് അല്ലാഹു തട്ടിമാറ്റുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലാ ശക്ക ഫീഹിന്ന, അതിൽ നിങ്ങൾ സംശയിക്കണ്ട. ഏതാണ് ഈ 3 പ്രാർത്ഥനകൾ? ഒന്നാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ വാലിദി അലാ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. അതാണ് ഉത്തരം ലഭിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥനയായിട്ട് പറഞ്ഞത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, രണ്ടാമത്തെ പ്രാർത്ഥന യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥനയാണ്. മർദ്ദിതന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന, ഇതിലെല്ലാം ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഒന്നാമത് പറഞ്ഞത് ദഅവത്തുൽ വാലിദി ലി വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്നുള്ളതാണ്. അതുകൊണ്ട് പേരമക്കൾക്കും മക്കൾക്കും വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അവർക്കെതിരായി പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ജാഗ്രത അതും വേണം. കാരണം അവർക്കെതിരായി ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴായിരിക്കും നശിച്ചു പോട്ടെ എന്ന രീതിയിലുള്ള ഒരു ശാപവാക്ക് പറയുന്നത്. പക്ഷേ അതുണ്ടാവാൻ പാടില്ല. കാരണം ആ വാക്ക് പിടിച്ചേക്കും. മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥനകളും അത് ഫലിക്കാനിടയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ലാ തദഉ വലാ അൻഫുസികും വലാ തദഉ വലാ ഔലാദികും, നിങ്ങൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കൾക്കെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ലാ തദഉ വലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദഉ വലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് ഇണകൾക്കിടയിൽ അവർ പാലിക്കേണ്ടുന്ന ജാഗ്രതയാണ്. പക്ഷെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പരസ്പരം ബാധ്യതകളുണ്ട്. മക്കളോട് ബാധ്യതയുണ്ട്, മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, കടപ്പാടുകൾ എല്ലാം പൂർത്തീകരിക്കണം. മക്കളോടുള്ള ഒന്നാമത്തെ ബാധ്യത അതല്ലെങ്കിൽ കുടുംബത്തിൽ മക്കൾക്ക് നല്ല ജീവിതം, അവരെ സജ്ജനങ്ങളായി വളരാനും അതിലൂടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവാനും ഒന്നാമതായി വേണ്ടത് മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായി മാതാപിതാക്കൾ മാറുക എന്നുള്ളതാണ്. നല്ല പ്രാർത്ഥനകൾ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവർ ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതാണ് ഒന്നാമതായി വേണ്ടത്. രണ്ടാമതായി വേണ്ടത് ജനനം മുതൽ തന്നെ അല്ലാഹുവിന്റെ സഹായം ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അഖിബൽ വിലാദ, ജന്മത്തിന്റെ ഉടനെ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജനിച്ചാൽ ഉടനെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവിടുന്ന് തന്നെ ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ്. കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക,
അതൊക്കെ ഇസ്ലാമികമായ മര്യാദകളിൽപ്പെട്ടതാണ്. മൻ വുലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംനാ വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്റാ. എന്താ പറഞ്ഞത്? ആരെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തേ ചെവിയിൽ ഇഖാമത്തും വിളിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ ഉപദ്രവം ആ കുഞ്ഞിനുണ്ടാവില്ല എന്നാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ബാങ്കും ഇഖാമത്തും വിളിക്കുക. അടുത്ത കാലത്തൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അനാവശ്യമായ ചർച്ചകൾ, ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ടതില്ല എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ നല്ല മര്യാദകളിൽപ്പെട്ടതാണ്. കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തേ ചെവിയിൽ ഇഖാമത്തും ജനിച്ച ഉടനെ തന്നെ നിർവഹിക്കുക എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്താ ബിസ്സിബിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് ഫയദഉ ലഹും, റസൂലുള്ളാഹി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വയുഹന്നികുഹും, അവർക്ക് മധുരം നൽകും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുനാൾ മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് മധുരം നൽകുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടുക. ജനന സമയത്ത് തന്നെയുള്ള മര്യാദകളാണ് നല്ല പേരിടുക. ഇന്ന മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി അയ്യുഹ്സിന ഇസ്മഹു അയ്യുഹ്സിന അദബഹു. ഒരു പിതാവിന്റെ മര്യാദയിൽപ്പെട്ടതാണ്, അതല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞിനോടുള്ള മര്യാദയിൽപ്പെട്ടതാണ്, പിതാവിന്റെ കടപ്പാടിൽപ്പെട്ടതാണ് അയ്യുഹ്സിന ഇസ്മഹു, കുഞ്ഞിന് നല്ല പേരിടുക എന്ന് പറയുന്നത്. അയ്യുഹ്സിന അദബഹു, അവന്റെ പേരും നന്നാക്കണം, അവന്റെ മര്യാദയും അവന്റെ ശിക്ഷണവും നന്നാക്കണം. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ ആബായികും, നിശ്ചയം അന്ത്യദിനത്തിൽ നിങ്ങളെ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേര് മുൻനിർത്തിക്കൊണ്ടാണ്, അതുപോലെ നിങ്ങളുടെ പിതാവിന്റെ പേര് മുൻനിർത്തിക്കൊണ്ടാണ്. ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്നയാളുടെ പുത്രനായ ഇന്നാലിന്ന മനുഷ്യ, അയാളുടെയും അയാളുടെ പിതാവിന്റെയും പേരിനെ ചേർത്തിക്കൊണ്ടാണ് നാളെ അന്ത്യദിനത്തിൽ മഹ്ശറിൽ അയാളെ വിളിക്കപ്പെടുകയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടണേ, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ. ഇന്ന് പല ആളുകൾക്കും പേരിടാൻ അറിഞ്ഞുകൂടാ, നല്ല പേരില്ല. പല കുഞ്ഞുങ്ങളുടെയും പേര്, അതിനവർ കുറ്റക്കാരല്ല, കാരണം അവരുടെ രക്ഷിതാക്കളാണ് അവർക്ക് പേരിട്ടിട്ടുള്ളത്. ഒരാശയവുമില്ലാത്ത, അതല്ലെങ്കിൽ വളരെ മോശം അർത്ഥമുള്ള പേരുകൾ. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ പേരുകൾ, സ്വഹാബിമാരുടെ പേരുകൾ, മഹത്തുക്കളുടെ പേരുകൾ, അതെല്ലാമാണ് ഇടേണ്ടത്. ചുരുങ്ങിയത്, ഇനി അതൊന്നും ഒരാൾക്ക് അങ്ങോട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ചുരുങ്ങിയത് ആശയപരമായിട്ട് നല്ല അർത്ഥമുള്ള പേരുകൾ, നല്ല അർത്ഥമുള്ള പേരുകൾ ഇടുക. അതിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ ഇതെന്ത് പേരാണ് എന്ന് അതിന്റെ അർത്ഥം അറിയുന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ, ഏത് ഭാഷയിലുള്ള പേരാണെങ്കിലും, ചിലപ്പോൾ അറബിയിലുള്ള പേരാവണം എന്നില്ല, പേർഷ്യൻ ഭാഷയിലുള്ള പേരാവും, അതല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള പേരാവും, അങ്ങനെയൊക്കെ വരും. പക്ഷെ ആ പേരിന്റെ അർത്ഥം എന്താണ്? മഹാന്മാരുടെ, പ്രവാചകന്മാരുടെ പേരാണെങ്കിൽ പിന്നെ നമുക്ക്, അല്ലെങ്കിൽ സ്വഹാബിമാരുടെ പേരാണെങ്കിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നില്ല. അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള പേരുകളാണെങ്കിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടേതായിട്ട് ഒരു പേര് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കസർത്തുകളായിട്ടുള്ള ഒരു പേര്, ഒരു പേരിന്റെ കസർത്തുകളുണ്ട്, പല വാക്കുകളും പല അക്ഷരങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പേരിടുക. ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളുടെയും പേരിൽ നിന്ന് ഓരോ വാക്കുകൾ, 4 കുട്ടികളുടെയും പേരിൽ നിന്ന് ഓരോ വാക്കുകൾ എടുത്തുകൊണ്ട് 5ാമത്തെ കുട്ടിക്ക്, അതല്ലെങ്കിൽ 2 കുട്ടികളുടെ പേരിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് 3ാമത്തെ കുട്ടിക്ക് പേരിടുക. അങ്ങനെ പേരിടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയെല്ലാം പേരിടുമ്പോൾ നല്ല ആശയമുള്ള, നല്ല അർത്ഥമുള്ള പേരുകളാവണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളെ ഇങ്ങനെ ജനങ്ങൾ അബ്ദുൽ ഹജർ എന്ന് വിളിക്കുന്നത് കേട്ടു. ആളുകൾ ഒരാളെ അബ്ദുൽ ഹജർ എന്ന് വിളിക്കുകയാണ്. അബ്ദുൽ ഹജർ എന്ന് പറഞ്ഞാൽ എന്താ? കല്ലിന്റെ അടിമ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ശിലയുടെ അടിമ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അബ്ദുൽ ഹജർ എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യ നിന്റെ പേരെന്താ? അയാൾ പറഞ്ഞു, എന്റെ പേര് അബ്ദുൽ ഹജർ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, ലാ അൻത അബ്ദുല്ലാഹ്, ഇന്ന് മുതൽ നീ അബ്ദുള്ളയാണ്, അബ്ദുൽ ഹജർ അല്ല. നിന്റെ പേര് മാറ്റിയിരിക്കുന്നു, അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. മോശം പേരാണ്. ആ പേരുമായിട്ട് അയാൾ കുറെ കാലം അങ്ങനെ ജീവിച്ച് കുറെ മുന്നേറിയപ്പോ അയാൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, അയാളുടെ പേരെന്താ? പേരെങ്ങനെയാണ്? ശിർക്കിന്റെ നാമമാണ്. റസൂലുള്ളാഹി അത് തിരുത്തി കൊടുക്കുകയാണ്, അബ്ദുള്ള എന്നാണ് ഇനി മുതൽ നിന്റെ പേരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടുക എന്നുള്ളതെല്ലാം തന്നെ ഉണ്ടായിരിക്കേണ്ടുന്ന ജാഗ്രതയിൽപ്പെട്ടതാണ്. പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ തന്നെ ജാഗ്രത വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
അഖീഖ അറുക്കുക. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആളുകൾ, സാമ്പത്തികമായി വലിയ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്ത ആളുകൾ അഖീഖ നിർവഹിക്കുക. കടം വാങ്ങിയത് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ അത് സുന്ന മുഅക്കദയാണ്, അത് പ്രബലമായ സുന്നത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സാധ്യമാവുന്ന ആളുകളെല്ലാം അത് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ആ കുഞ്ഞ് ജനിച്ച 7-ാമത്തെ ദിവസം, അതല്ലെങ്കിൽ 14-ാമത്തെ 21-ാമത്തെ ദിവസം, ഏതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി അഖീഖ നിർവഹിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ തലമുടി കളയുക, അതുപോലെ കുഞ്ഞിന്റെ മുടിയുടെ തൂക്കമനുസരിച്ചുകൊണ്ട് വെള്ളി ദാനം ചെയ്യുക. അതല്ലെങ്കിൽ ആ വെള്ളിയുടെ തൂക്കത്തിന് തുല്യമായിട്ടുള്ള സംഖ്യ ദാനം ചെയ്യുക. അതോടൊപ്പം തന്നെ കുഞ്ഞിന് പേരിടുകയും ചെയ്യുക. ഇതൊക്കെ നബിചര്യയാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ജനനം മുതൽ തന്നെ ആ കുഞ്ഞിനെ, ജനിച്ച കുഞ്ഞിനെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത ഉണ്ടാവണം. എന്ന് വെച്ചിട്ട് ജനിച്ച ഒരു കുഞ്ഞ് ജനിച്ചു എന്നതിന്റെ പേരിൽ മാർപ്പാടം പാടില്ല. ചിലയിടങ്ങളിൽ അത് കാണുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു പോയല്ലോ എന്നോർത്തുകൊണ്ട് രക്ഷിതാക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, കടം വാങ്ങിക്കൊണ്ട് ഒരുപാട് മാമൂലുകൾ നടത്തുന്നവരുണ്ട്. അത് നല്ലതല്ല. ഇസ്ലാമികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ പോലും ചെയ്യേണ്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് സാമ്പത്തികമായി വലിയ ക്ലേശങ്ങളില്ലാത്ത ആളുകളാണ്. വലിയ ക്ലേശങ്ങൾ ഉള്ള ആളുകൾ അവരെ കടം വാങ്ങിക്കൊണ്ട് ചെയ്യണ്ട. എന്നാൽ പോലും ഇത് ഇസ്ലാമികമായിട്ട് നല്ല മര്യാദയാണ്, ഇസ്ലാമികമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മാമൂലുകളുടെ സ്വഭാവത്തിലേക്ക്, ആർഭാടത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇതിനെ മാറ്റാതിരിക്കാനുള്ള, ജനനാനന്തര കടമകളെ മാറ്റാതിരിക്കാനുള്ള ജാഗ്രതയും വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് വേണം. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ വേണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതാണ് 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനനാനന്തരമുള്ള കടമകൾ. 1, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിരന്തരമായി സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ജനനാനന്തര ഇസ്ലാമിക മര്യാദകൾ ആർഭാടങ്ങളില്ലാതെ, പൊങ്ങച്ചങ്ങളില്ലാതെ നിർവഹിക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സന്താനങ്ങൾക്ക് ഒരു ജീവിത വീക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. അത് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാവണം. കുട്ടികളെ പഠിപ്പിക്കുക, ദീനിയായിട്ട് അവരെ പഠിപ്പിക്കുക. ദീനിയായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിന്റെ, നിസ്കാരത്തിന്റെ നിയമങ്ങളും നോമ്പിന്റെയും വുളുവെടുക്കുന്ന രൂപങ്ങളും എല്ലാം പഠിപ്പിക്കുക എന്നത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിത വീക്ഷണമുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. എന്തിനാണ് ഈ ജീവിതം എന്ന് തിരിച്ചറിയുന്നവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം. എന്താണൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്റെ ദൗത്യമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. ഞാൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടുന്നത്, ഞാൻ ആരുടെ മുമ്പിലാണ് ഉത്തരം ബോധിപ്പിക്കേണ്ടത്. മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ജീവിത വീക്ഷണം, അള്ളാഹുവിന്റെ ഖലീഫത്തുല്ലാഹി ഫിൽ അർദ്, ഇതാണ് തന്റെ സ്ഥാനമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സന്താനങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ആ ഒരു ബോധം, ആ ഒരു ജീവിത വീക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അവർക്ക് ഖൈറും ഷർറും തിരിച്ചറിയാൻ കഴിയില്ല. അവർക്ക് നന്മതിന്മകൾ വിവേചിച്ചറിയാനും പൈശാചികതയും മാനവികതയും തിരിച്ചറിയാനും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. പുതിയ കാലം എന്ന് പറയുന്നത് ഭോഗാസക്തിയുടെ കാലമാണ്, സുഖഭോഗങ്ങളുടെ കാലമാണ്. ശ്ലീലവും അശ്ലീലവും നോക്കാതെ മനുഷ്യരിങ്ങനെ മൊബൈൽ സ്ക്രീനിന്റെ മുമ്പിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കഴിഞ്ഞുകൂടുന്ന കാലമാണ്. ഈ ഭോഗാസക്തിയുടെയും അതുപോലെ തന്നെ തീറ്റയുടെയും കുടിയുടെയും മാത്രം പിന്നാലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പരക്കം പായാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താനൊരു ഉത്തരവാദിത്ത ബോധമുള്ള അള്ളാഹുവിന്റെ അടിമയാണുള്ള തിരിച്ചറിവോടുകൂടി, ജീവിത വീക്ഷണത്തോടുകൂടി അവൻ ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ജീവിത വീക്ഷണം പകർന്നു നൽകുക. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ അടിമയാണ് താനെന്നുള്ള തിരിച്ചറിവ് അവൻ ഉണ്ടാക്കിയെടുക്കുക എന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ അവന്റെ ദൗത്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് എന്നുള്ള കൃത്യമായ ബോധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. ഇതാണ് ജീവിത വീക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അള്ളാഹു
സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും അള്ളാഹുവിനുള്ള ദാസ്യവേലയായിട്ട്, അള്ളാഹുവിനുള്ള ഇബാദത്തായിട്ട് മാറേണ്ടതുണ്ട്. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അതാണ് എൻ്റെ ജീവിത ദൗത്യമായിട്ട് മാറേണ്ടതെന്നുള്ള തിരിച്ചറിവാണ് സഹോദരങ്ങളെ വ്യൂ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ജീവിത വീക്ഷണം എന്ന് പറയുന്നത്. ഈ ജീവിത വീക്ഷണം കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. നല്ല മര്യാദ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സമ്മാനവും മാതാപിതാക്കളിൽ നിന്ന് ഒരാളും അവരുടെ മക്കൾക്ക് നൽകിയിട്ടില്ല. ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് നല്ല മര്യാദ പഠിപ്പിക്കലാണ്. ഇസ്ലാമികമായ ജീവിത വീക്ഷണം, ഖുർആനികമായ ജീവിത വീക്ഷണം എന്താണെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ പഠിപ്പിച്ചാൽ അതിന്റെ ഗുണം മക്കൾക്ക് ലഭിക്കും, മാതാപിതാക്കൾക്ക് ലഭിക്കും. നാളെ മഹ്ശറിൽ മാതാപിതാക്കളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ അവരെ താജുൽ കറാമ വഹുല്ലത്തുൽ കറാമ, ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും അവരെ ധരിപ്പിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും അവരെ ധരിപ്പിക്കുമ്പോ ഈ മാതാപിതാക്കളെ ചോദിക്കുന്നുണ്ട്, ബിമ കുസീനാ ഹാദാ, പടച്ചോനെ എന്തിനാണ് ഇതൊക്കെ ഞങ്ങളെ ധരിപ്പിച്ചത്? അപ്പോഴാണ് അള്ളാഹു അവരോട് പറയുന്നത്, അതല്ലെങ്കിൽ അവരോട് പറയപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി, ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് നല്ല ജീവിത വീക്ഷണമുള്ളവരാക്കി നിങ്ങളുടെ മക്കളെ നിങ്ങൾ മാറ്റിയതിനാലാണ് അള്ളാഹു നിങ്ങളെ ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിച്ചതെന്ന് നാളെ അവരോട് പറയപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, മക്കളെ ജീവിത വീക്ഷണമുള്ളവരായി, ശരിയായ ജീവിത വീക്ഷണമുള്ളവരായി മാറ്റുക എന്നുള്ളതാണ്. അർത്ഥമറിയാതെ ഖുർആൻ പോലും മനഃപ്പാഠമാക്കി എന്നതുകൊണ്ട് ഒരാൾക്ക് ജീവിത വീക്ഷണം ലഭിച്ചുകൊള്ളണമെന്നില്ല. എന്തിനാണ് മനുഷ്യൻ ഇവിടെ വന്നിട്ടുള്ളത്, എന്താണ് അവന്റെ ദൗത്യം, എന്താണ് അവന്റെ ഉത്തരവാദിത്തം, എന്താണ് മനുഷ്യന്റെ സ്ഥാനം, ഇനി പോകാനുള്ളത് എങ്ങോട്ടാണ് എന്നുള്ള തിരിച്ചറിവ്, അതിനനുസൃതമായിട്ട് ഈ ജീവിതത്തെ പാകപ്പെടുത്താനുള്ള പരിശ്രമം, അതാണ് സഹോദരങ്ങളെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ദീനീ ബോധം. നമ്മൾ ദീനീ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ മദ്രസയിൽ ഒരു കുഞ്ഞ് പഠിച്ചാൽ, ഒരു വിദ്യാർത്ഥി പഠിച്ചാൽ ആ കാലയളവിൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ടത് അതാണ്. ഒരുപക്ഷെ ഖുർആൻ ഒരു തല മുതൽ മറ്റേ തല വരെ അയാൾക്ക് പൂർണ്ണമായിട്ടും അതിന്റെ ആശയങ്ങൾ പൂർണ്ണമായും ഒറ്റയടിക്ക് ഒരു മദ്രസാ കാലത്ത് തന്നെ പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ പോലും നമ്മളീ പറയുന്ന ജീവിത വീക്ഷണം ആർജിച്ചവനായിട്ട് അവൻ മാറേണ്ടതുണ്ട്. അങ്ങനെ ജീവിത വീക്ഷണം പകർന്നു നൽകുക എന്നതാണ് രക്ഷിതാവിന്റെ ബാധ്യത എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് നശിച്ചു പോകുന്നു? ഇപ്പറഞ്ഞ ലിബറൽ ചിന്തയുടെയും ഇപ്പറഞ്ഞ അരാജക സിദ്ധാന്തങ്ങളുടെയും എല്ലാം പിന്നാലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പായുന്നത്, അതല്ലെങ്കിൽ ഈ തലമുറയിൽ ചിലരെങ്കിലും അത്തരം അബദ്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് രക്ഷിതാക്കളുടെ അവഗണന കൊണ്ടാണ്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇന്നമാ ജഅല ഫസാദഹും ബിഇഹ്മാലി ആബാഇഹിം വതർകിഹിം തആലീമദ്ദീൻ. നിശ്ചയം കുഞ്ഞുങ്ങൾ, സന്താനങ്ങൾ നശിച്ചു പോയത് അവരുടെ മാതാപിതാക്കളുടെ അവഗണനയും അശ്രദ്ധയും കൊണ്ടാണ്. അവർക്ക് ദീനീ വീക്ഷണം പകർന്നു നൽകിയില്ല, ദീനീ വിദ്യാഭ്യാസം അവർക്ക് പകർന്നു നൽകിയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നല്ല ജീവിത വീക്ഷണമുള്ളവരാക്കി, ശരിയായ ജീവിത വീക്ഷണമുള്ളവരാക്കി നമ്മുടെ സന്താനങ്ങളെ വളർത്തുക എന്നുള്ളതാണ്. ഒരു നിശ്ചിത പ്രായത്തിൽ കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക എന്നതോടൊപ്പം തന്നെ നിരന്തരമായി ദീനിന്റെ വിധിവിലക്കുകൾ അവരെ പരിശീലിപ്പിക്കുക. ഇതാണ് നാലാമതായിട്ട് ചെയ്യേണ്ടത്. ദീനിന്റെ വിധിവിലക്കുകൾ, ജീവിത വീക്ഷണമൊക്കെ അയാൾക്ക് ലഭിച്ചു, ഒരു നിശ്ചിത പ്രായത്തിൽ അത് ലഭിച്ചു. ഇനി ലഭിക്കേണ്ടത് ദീനിന്റെ വിധിവിലക്കുകളിലുള്ള പരിശീലനമാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അതുപോലെ ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ഹജ്ജ്, ആ ഹജ്ജിനുള്ള പ്രേരണയും ബാക്കിയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള പരിശീലനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സന്താനങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ഇബാദത്തുകൾ പരിശീലിപ്പിക്കുക. വിധിവിലക്കുകൾ അത് കേവലം ഇബാദത്തുകളിൽ, ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹലാല് ഹറാമുകളെ സംബന്ധിച്ചുള്ള കഴിവിന്റെ പരമാവധിയുള്ള ബോധം അവർക്കുണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. വിധിവിലക്കുകൾ പരിശീലിപ്പിക്കുക. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളിൻ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളിൻ. ഖുർആൻ പറഞ്ഞതാണ്. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് നഖി അൻഫുസനാ വകൈഫ ബി അഹ്ലീനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ,
ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ കഴിയും, പക്ഷേ ഞങ്ങളുടെ മക്കളുടെ കാര്യം എങ്ങനെയാണ് ഞങ്ങൾ നോക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻഹൗനഹും അമ്മാ നഹാകുമുല്ലാഹു അൻഹു വതഅ്മുറൂനഹും ബിമാ അമറകുമുല്ലാഹു ബിഹി. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും അവരെ അകറ്റുകയും ചെയ്യുക. വിധിവിലക്കുകളുടേതായിട്ടുള്ള ഒരു പരിശീലന കളരിയിൽ ജീവിക്കാനുള്ള അവസരം അവർക്ക് നൽകുക എന്നുള്ളതാണ്. അങ്ങേയറ്റം നയപരമായിട്ടത് നിർവഹിക്കണം. വിധിവിലക്കുകളിലെ പരിശീലനം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേയറ്റം നയപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പരിശീലിപ്പിക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഖുർആൻ തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു വചനം എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ മാത്രം പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യമല്ല, നമ്മുടെ കുടുംബത്തിലും പ്രാവർത്തികമാക്കേണ്ടതാണ്. ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. യുക്തിദീക്ഷയോടുകൂടി നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ അവരെ ക്ഷണിക്കേണ്ടത്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, കഠിനമായ കൽപ്പനകളും നിരോധനങ്ങളും ഒന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഈ മൊബൈലിന്റെ മുമ്പിൽ കടന്ന് ആസ്വാദന ജീവിതം നയിക്കുന്നവരായി നമ്മുടെ മക്കൾ പലപ്പോഴും മാറിയിട്ടുണ്ട്. അതവരുടെ ജീവിതത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. മൊബൈൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയുക സാധ്യമല്ല. നമ്മളും അത് ഉപയോഗിക്കുന്നവരാണ്, പ്രയോജനപ്പെടുത്തുന്നവരാണ്, നന്മയ്ക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നവരാണ്. പക്ഷേ സഹോദരങ്ങളെ, വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നൽകുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ അത് സൗമ്യവും ലളിതവുമായ ശൈലിയിൽ ആവാനുള്ള ജാഗ്രത രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. സൗമ്യമായ ശൈലി, അതാണ് ഇസ്ലാമിന്റെ ശൈലി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലേക്കും ഫിറ്റാണ്, അനുയോജ്യമാണ്. ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ സൗമ്യമാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി. നിശ്ചയം അല്ലാഹു സൗമ്യനാണ്, എല്ലാ കാര്യങ്ങളിലും സൗമ്യതയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. കാർക്കശ്യത്തിന്റെ, ദേഷ്യപ്പെടലിന്റെ, കുരച്ചുചാടലിന്റെ ശൈലിയല്ല ഇസ്ലാമിന്റെ ഉപദേശത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. സൗമ്യതയുടെ ശൈലിയാണ്, ക്ഷമയുടെ ശൈലിയാണ്, മാർദ്ദവത്തിന്റെ ശൈലിയാണ്, കാരുണ്യത്തിന്റെ ശൈലിയാണ് ഇസ്ലാമിന്റെ ഉപദേശത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രഭാതത്തിൽ മക്കളെ വിളിച്ചുണർത്തുന്നത് തന്നെ നമുക്കെടുക്കാം. ബഹളം വെച്ചും കുരച്ചു ചാടിയും ഭീഷണി മുഴക്കിയുമല്ല മക്കളെ വിളിക്കേണ്ടത്. പ്രഭാത നമസ്കാരത്തിന് വേണ്ടി മക്കളെ വിളിക്കുമ്പോൾ അത് ബഹളം വെച്ചുകൊണ്ടും കുരച്ചു ചാടിയും ഭീഷണി മുഴക്കിയുമല്ല, മറിച്ച് ശബ്ദ വിസ്ഫോടനങ്ങളില്ലാതെ സലാം പറഞ്ഞും തട്ടി വിളിച്ചും എഴുന്നേൽപ്പിക്കുമ്പോഴുള്ള, അതല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനകളെല്ലാം അവർക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ട്, അതാണ്. അങ്ങനെ അവരെ വിളിച്ചുണർത്താനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, വലിയ പരിവർത്തനങ്ങൾ, വലിയ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ സൗമ്യമായ ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ വിധിവിലക്കുകളും ഉപദേശിക്കണം. എല്ലാ തിന്മകളിൽ നിന്ന് ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ ശിർക്കാണല്ലോ. ആ ശിർക്കിനെതിരെ ബോധവൽക്കരണം നടത്തുമ്പോഴും, ശിർക്കിനെതിരെ മക്കളെ ഉപദേശിക്കുമ്പോഴും സൗമ്യമായ ശൈലിയിലാവണം. അതാണല്ലോ ഖുർആൻ പഠിപ്പിച്ചത്. ലുക്മാൻ അലൈഹി ഇസ്ലാമിയുടെ ശൈലിയായിട്ട് ഖുർആൻ പറഞ്ഞല്ലേ, വൈദ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകനെ ഉപദേശിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. മകനോട് പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്. ഏറ്റവും ഗൗരവപ്പെട്ട തിന്മയാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത്. ഇന്നശ്ശിർക ലളുൽമുൻ അളീം. നിശ്ചയം ശിർക്ക്, ബഹുദൈവത്വം എന്ന് പറയുന്നത് അത് വലിയ അക്രമമാണ്. ഏറ്റവും ഗൗരവപ്പെട്ട ഈ തിന്മയെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുമ്പോഴും അതിൽ നിന്ന് അകന്നു നിൽക്കാൻ മകനോട് പറയുമ്പോഴും ആ ശൈലി ഒന്ന് നോക്കണം നമ്മൾ. യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ ശൈലി അത് സ്വീകരിക്കുക. വിധിവിലക്കുകൾ ലംഘിക്കുമ്പോൾ ചെറിയ മുന്നറിയിപ്പുകളൊക്കെ ആകാവുന്നതാണ്, പക്ഷേ അത് ചെറിയ മുന്നറിയിപ്പുകൾ തന്നെ ആയിരിക്കണം. അത് വലിയ പീഡനങ്ങളായിട്ട് മക്കൾക്ക് മാറാൻ പാടില്ല. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുറു ഔലാദക്കും ബിസ്സലാത്തി ഇദാ ബലഗു 7 സിനീൻ. 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണേ. വദരിബൂഹും അലൈഹാ ഇദാ ബലഗു 10 സിനീൻ. 10 വയസ്സായിട്ടും മക്കളെ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ശിക്ഷകളൊക്കെ നൽകാവുന്നതാണ്. വഫരിഖൂ ബൈനഹും ഫിൽ മലാജിഅ. കിടപ്പറകളിൽ ആ പ്രായമാകുമ്പോൾ 10 വയസ്സാകുമ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, ഒരുപാട് കഴിവുകളുള്ള മക്കളാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ കഴിവുകളും വൈദഗ്ധ്യങ്ങളുമുള്ള സന്താനങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ താരതമ്യേന പഴയ തലമുറയെ എടുത്തു നോക്കുമ്പോൾ പുതിയ തലമുറയിൽ മനക്കരുത്ത് കുറവാണ്, കരുത്ത് കുറവാണ്.
എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കഠിനമായ കൽപ്പനകളും ശിക്ഷാരീതികളുമെല്ലാം കുട്ടികളെ തളർത്തിക്കളയും. ചില കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിതാക്കളുടെ വിരോധികളായി മാറും എന്നുള്ളതാണ്. അതിനാൽ നയപരമായി സൗമ്യമായ ശൈലിയിൽ കുട്ടികളെ വിധിവിലക്കുകൾ പരിശീലിപ്പിക്കുക എന്നതാണ് നാലാമതായിട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അഞ്ചാമതായി രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഈ അധ്യാപകരും രക്ഷിതാക്കളും ജീവിതം കൊണ്ട് മാതൃകയായി മാറണം എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് അവരൊരു മോഡലായിട്ട് മാറണം. ഒരു റോൾ മോഡലായിട്ട് രക്ഷിതാവ് അതല്ലെങ്കിൽ അധ്യാപകൻ നിലനിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോഴാണ് ആ ഉപദേശം സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അലീമു എന്ന് കവി പറയുന്നുണ്ടല്ലോ. നീ ചില കാര്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിലക്കരുത്, എന്നിട്ട് അതേ കാര്യം തന്നെ നീ വിലക്കിയ കാര്യം തന്നെ നീ ചെയ്യുക. നിന്റെ കുഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്നു, നിന്റെ സന്താനം നിന്റെ വിദ്യാർത്ഥി അത് കണ്ടുകൊണ്ടിരിക്കുന്നു, നീ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയോ, എന്നിട്ട് നീ അത് തന്നെ ചെയ്യുന്നു. അങ്ങനെ ഉപദേശിക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ജീവിതം നമ്മിൽ നിന്നുണ്ടാവുമ്പോൾ, രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മിൽ നിന്നുണ്ടാവുമ്പോൾ അത് കുഞ്ഞുങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കില്ല. ഇതൊക്കെ പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. പ്രാവർത്തികമാക്കേണ്ടത് വേറെ ജീവിതമാണെന്ന ചിന്തയിലേക്ക് വരും. അതുകൊണ്ടാണ് കവി പറഞ്ഞത് അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി. മാതാപിതാക്കൾ പാഠശാലയായിട്ട് മാറണം. അവരെ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുന്ന പാഠശാലയായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ഇതാണ് അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്. അതായത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ഉപദേശിക്കുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. ആറാമത്തെ സംഗതി എന്ന് പറയുന്ന സന്താനങ്ങൾ നന്നാവണമെങ്കിൽ, കുഞ്ഞുങ്ങൾ നന്നാവണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഹലാൽ മാത്രം തീറ്റിക്കുക എന്നുള്ളതാണ്. ഹലാൽ മാത്രം തീറ്റിക്കുക. നമുക്ക് അവകാശപ്പെട്ടത് ഹക്കായിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് അവകാശപ്പെട്ടത് മാത്രം, വേറെ എവിടെയെന്നെങ്കിലും കവർച്ച ചെയ്ത് കൊണ്ടുവന്നതല്ല. ഒരു പുരോഹിതൻ മന്ത്രവാദത്തിലൂടെ സമ്പാദിച്ചത്, ഒരു രാഷ്ട്രീയക്കാരൻ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അഴിമതിയിലൂടെ സമ്പാദിച്ചതും പുരോഹിതൻ മന്ത്രവാദത്തിലൂടെ സമ്പാദിച്ചതും അയാളുടെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ മക്കൾ ജന്മത്തിൽ നന്നാവില്ല എന്നുള്ളതാണ്. അയാൾ ഇതൊക്കെ വലിയ കാര്യമാണ്, ഇതിലൂടെയൊക്കെ അയാൾ ധാരാളം നേടിയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെയൊക്കെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവും, പക്ഷേ സമ്പാദിച്ചത് ഹലാലല്ല എങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അത് കഴിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരുടെ ജീവിതത്തിൽ ധാർമ്മികതയുണ്ടാവില്ല, അവർ നന്നാവുക എന്നൊരു വിഷയമേ ഉണ്ടാവില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യു ജിസ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ലഹു. ഏത് ശരീരവും ഹറാമിലൂടെ വളർന്ന ശരീരം നരകമാണ് ആ ശരീരത്തിന് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഭാര്യാഭർത്താക്കന്മാർ ഇണകൾക്കിടയിലുള്ള ബാധ്യതകൾ, അവകാശങ്ങളാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇന്ന് മക്കൾ നന്നാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന 6 കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. 1, മക്കൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. 2, മക്കളുടെ ജനനാനന്തര കർമ്മങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. 3, സന്താനങ്ങൾക്ക് ജീവിത വീക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 4, ദീനിന്റെ വിധിവിലക്കുകൾ നയപരമായും സൗമ്യമായും ക്ഷമയോടെയും അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. 5 രക്ഷിതാക്കൾ ജീവിതം കൊണ്ട് മാതൃകയാവുക എന്നുള്ളതാണ്. 6, സന്താനങ്ങളെ ഹറാം തീറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് രണ്ടാമതായും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ ചില സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത രോഗികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയും അതുപോലെയുള്ള വലിയ വലിയ ചികിത്സക്കുമെല്ലാം ഇരയായിക്കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് രോഗികൾ, അല്ലാഹു തആല അവരുടെ ചികിത്സ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അവരുടെ ശസ്ത്രക്രിയയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിജയം പ്രാപിച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടി സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള, കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അങ്ങനെയുള്ള രോഗികൾക്കെല്ലാം അള്ളാഹു എല്ലാ അർത്ഥത്തിലുള്ള സഹായവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ അവരെയും നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും റബ്ബ് തആല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ, ശാശ്വതമായ ജന്നത്തി ജീവിതം, ഫിർദൗസി ജീവിതം നയിക്കുവാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, രോഗികളായിട്ട് ആശുപത്രികളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, പ്രയാസപ്പെടുന്ന നമ്മുടെ മുതിർന്ന പൗരന്മാർ, അള്ളാഹു തആല അവർക്ക് സമ്പൂർണമായ ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല അവർക്ക് കാമിലായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗശമനത്തോടുകൂടി ആശുപത്രികളിൽ നിന്ന് തിരിച്ചു വരാൻ നാഥൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും സർവോപരി തഖ്വയും ഈമാനും അള്ളാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു തആല തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. പടച്ചവനെ, ഖുദ്സിനെ നീ സമ്പൂർണ്ണ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഫലസ്തീനിൽ, ഗസയിൽ വലിയ പ്രളയമാണ്. പടച്ച തമ്പുരാനെ, പ്രളയമടക്കമുള്ള എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവേ, എല്ലാ ബുദ്ധിമുട്ടുകളെയും, വെള്ളക്കെട്ടുകളടക്കമുള്ള എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവേ, അവരുടെ കൂടാരങ്ങളടക്കം, അവരുടെ കുടിലടക്കം അവർക്ക് നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വെള്ളക്കെട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അള്ളാഹുവേ, ആ പ്രദേശത്ത് നീ ഉണ്ടാക്കല്ല തമ്പുരാനെ. അള്ളാഹുവേ, അനുകൂലമായ പ്രകൃതിയും കാലാവസ്ഥയും സാഹചര്യങ്ങളും അള്ളാഹുവേ ഗസയിൽ നീ ഉണ്ടാക്കണമേ തമ്പുരാനെ. പടച്ചവനെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അർഹരായ ആളുകൾക്ക് വിജയം നേടാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, വർഗീയതയും ഫാസിസത്തെയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അള്ളാഹുവേ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അള്ളാഹുവേ, അർഹരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ, ഈ സമുദായത്തിനോടും ഉമ്മത്തിനോടും അതുപോലെ രാജ്യത്തോടും ഗുണകാംക്ഷയും സ്നേഹവുമുള്ള ആളുകൾക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളെ,
ഞങ്ങളുടെ അധിപന്മാരാക്കി, ഞങ്ങളുടെ നായകന്മാരാക്കി, ഞങ്ങളുടെ ഭരണാധികാരികളാക്കി പടച്ച തമ്പുരാനെ നീ മാറ്റല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യഖാഫുക വലാ യർഹംനാ യാ റബ്ബൽ ആലമീൻ. പടച്ച തമ്പുരാനെ ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ബാധ്യതകളിൽ നിന്ന് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേടികളെ മോചിപ്പിക്കണമേ റബ്ബേ. അപകട മരണങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിലും, മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാ പടച്ചവനെ ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നീ സഫലീകരിച്ച് തരണമേ നാഥ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.